അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വിശുദ്ധമായ ഖുർആൻ നമ്മൾ തിലാവത്ത് നടത്തുന്നുണ്ട്. ആ തിലാവത്ത് എന്തുകൊണ്ട് നമ്മളെ സ്വാധീനിക്കുന്നില്ല എന്നതിന് രണ്ട് ഉത്തരങ്ങൾ. അത് സൂറത്തുൽ ബഖറയിലെ 121 ആയത്തിൽ അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, നാം കിതാബ് നൽകിയ ആളുകൾ, യത്ലൂനഹു, അവരത് തിലാവത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, ഹഖ്ഖ തിലാവതിഹി, ശരിയായ തിലാവത്ത്, ഹക്കായ നിലക്കുള്ള പാരായണം നടത്തിക്കൊണ്ടിരിക്കും. ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണ് അതിൽ വിശ്വസിക്കുന്നവർ. ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും രണ്ടാമത്തേത് ഉമർ റളിയല്ലാഹു അൻഹുവും പറഞ്ഞത്. എന്താണ് ഹക്കായ തിലാവത്ത്? ഈ ഹക്കായ തിലാവത്താണെങ്കിൽ ഓരോ ആയത്ത് നമ്മൾ കേൾക്കുമ്പോഴും എന്ത് സംഭവിക്കും? സാദത്തുഹും ഈമാന, ഈമാൻ കൂടും, ഉറപ്പാണ്. നമ്മുടെ ഈമാൻ വർദ്ധിക്കും, ദീന് ഏറ്റവും വലുതായി മാറും, അള്ളാഹും അള്ളാന്റെ റസൂലും ഏറ്റവും ഇഷ്ടമുള്ളതായി നമുക്കും നമ്മുടെ മക്കൾക്കും മാറും. എന്ത് വേണം? നമ്മുടെ ഖുർആൻ പാരായണത്തിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. അതിലൊന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, യഖറഊന കമാ ഉൻസിൽ വലാ യുഹർരിഫൂനഹു, പ്രവാചകന് എങ്ങനെയാണോ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അങ്ങനെ ഓതണം. വലാ യുഹർരിഫൂനഹു, അതിൽ ഒരു തെറ്റുണ്ടാവരുത്. ഒന്ന്, ഖുർആൻ പാരായണത്തിൽ ഒരു തെറ്റും അതിലുണ്ടാകരുത്. കൃത്യമായ ശരിയായ പൂർണ്ണമായ തജ്വീദ് അനുസരിച്ച് കൊണ്ടുള്ള പാരായണം, ഖിറാഅത്ത്, അക്ഷരങ്ങൾ എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത് അങ്ങനെ തന്നെ. യഖറഊന കമാ ഉൻസിൽ, നബിക്ക് എങ്ങനെ അവതരിച്ചുവോ അങ്ങനെ തന്നെ ഒരു തെറ്റുമില്ലാതെ കൃത്യമായിട്ട് പാരായണം ചെയ്യാം. ഒന്ന് ആര് പറഞ്ഞതാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അത് വലാ യുഹർരിഫൂനൽ കലിമ അൻ മവാദിഹി, അക്ഷരങ്ങൾ മാറിപ്പോകരുത്. ഒരു കുട്ടി കുറച്ചു ദിവസം മുമ്പ് എനിക്ക് കൊടുത്തത് മിനൽ ജന്നത്തി വന്നാസ്, മിനൽ ജന്നത്തി വന്നാസ്, മിനൽ ജിന്നത്തി, ജിന്നത്ത് വേറെ, ജന്നത്ത് വേറെ, ജുന്നത്ത് വേറെ. ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്, ജിന്നത്ത് എന്ന് പറഞ്ഞാൽ ജിന്നാണ്, ജുന്നത്ത് എന്ന് പറഞ്ഞാൽ അപരിചയാണ്. ഒരു ഹർഫ് മാറിയാൽ, അല്ല ഒരു ഹർക്കത്ത് മാറിയാൽ അർത്ഥം മാറിപ്പോകും. അവിടെ നമ്മൾ ഓരോ ആളുകളും അത് കൃത്യമായി, അത് ഓരോ സൂറത്തും ഓരോ ആയത്തും നമ്മൾ ഓതി കൃത്യമായിട്ട് അറിവുള്ളവരുടെ മുമ്പിൽ ഓതി നമ്മൾ പഠിക്കണം. സ്വഹാബിമാർ അങ്ങനെ ആയിരുന്നു. നബിക്ക് ഓതി കൊടുക്കും, ആ ഓത്തിൽ എവിടെയാണോ തെറ്റുള്ളത് അത് നബി തസ്ഹീഹ് ചെയ്തു കൊടുക്കും. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി അതൊക്കെ ഉണ്ടെങ്കിലും രണ്ടാമത്തെ കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യത്ലൂനഹു ഹഖ്ഖ തിലാവതി എന്ന് പറഞ്ഞാൽ ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ മർറ ബിദിക്രിൽ ജന്ന സഅലല്ലാഹുൽ ജന്ന, ഖുർആനിൽ ജന്നത്തിനെ പറ്റി പറഞ്ഞാൽ സഅലല്ലാഹുൽ ജന്ന, അവൻ സ്വർഗ്ഗം ചോദിക്കണം. സ്വർഗത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞാൽ അവൻ സ്വർഗം ചോദിക്കണം. നരകത്തെ പറ്റി ഖുർആനിൽ പറയപ്പെട്ടത് കണ്ടാൽ നരകത്തിൽ നിന്ന് അഭയം ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതിനെന്ത് വേണം? അർത്ഥറിയണം. എന്താണ് ഞാൻ ഓതുന്നത്? സ്വർഗത്തെ പറ്റിയാണോ നരകത്തെ പറ്റി എന്താണ് ഞാൻ ഓതുന്നത് എന്ന അർത്ഥം അറിയണം. ഈ അർത്ഥം അറിഞ്ഞും ശരിയായ പാരായണത്തോടു കൂടിയും ഒരാൾ ഓതുന്നതിനെയാണ് തിലാവത്ത് എന്ന്, ഖിറാഅത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അവിടത്തേക്ക് നമ്മൾ എത്തണം. എത്തിയാൽ നമ്മുടെ ലെവൽ മാറും. നമ്മുടെ കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, സൊസൈറ്റിയുടെ, നമ്മുടെ ഇസ്സത്ത്, അതെല്ലാം ഖുർആൻ പഴയ പോലെ നമുക്ക് ഇസ്സത്ത് ഉറപ്പായിട്ടും നൽകും എന്നത് ഈ രണ്ട് ഷർത്തുകൾ നമ്മുടെ ഖുർആൻ പാരായണത്തിൽ ഉണ്ടെങ്കിൽ, ഒന്ന്, അത് കൃത്യമായിട്ട് തെറ്റില്ലാതെ പാരായണം ചെയ്യണം. രണ്ട്, അതിന്റെ മഅന അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യണം. അതിനുള്ള ശ്രമങ്ങൾ സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും തുടങ്ങി വെക്കണം. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.